സമീപകാല ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയിട്ടും കൊതി തീരാത്ത ഇസ്രായേലിൻ്റെ പുതിയ ആവശ്യത്തെ തള്ളി ഫലസ്തീൻ സായുധ സേന ഹമാസ് രംഗത്തെത്തി. 51,000 മനുഷ്യർ പിടഞ്ഞു വീണപ്പോഴും ശേഷിക്കുന്നവരുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന ഹമാസിനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ പുതിയ ഉപാധി മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ കൊണ്ടുവരണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ പുതിയ ആവശ്യം. എന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ഹമാസ് വക്താവ് സാമി അബു സുഹരി പറയുന്നു. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പുതിയ വ്യവസ്ഥകൾ മധ്യസ്ഥർ നൽകിയെന്നും കൂടുതൽ പ്രതികരണം ഉടനുണ്ടാകുമെന്നും ഹമാസ് പ്രതികരിച്ചു. 11 തടവുകാരെ വിട്ടുകിട്ടുകയാണെങ്കിൽ 45 ദിവസത്തേക്ക് ഗസയിൽ വെടിനിർത്താമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പകരമായി മറ്റൊന്നും നൽകാൻ ഇസ്രായേൽ തയ്യാറല്ല. പട്ടിണിയിലായ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണമെന്ന് പോലും അവർ പറയുന്നില്ല. പരുക്കുപറ്റിയ മനുഷ്യരുടെ ചികിത്സയെപ്പറ്റി പോലും ഒന്നും മിണ്ടുന്നില്ല. ഹമാസ് ആയുധം അടിയർ വെച്ചാൽ മാത്രമേ അധിനിവേശം അവസാനിക്കൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. കൂടാതെ ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം ഗസ വിടുകയും വേണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഹമാസ് നിരായുധീകരണം നടത്തിയാലും ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ മുഹമ്മദ് എൽമറാസി പറയുന്നു. ഹമാസ് പുറത്തു പോകുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം പറയുന്നത് പോലെ ഒരു ചതിയുടെ സാധ്യത മുന്നിൽ കാണുന്ന ഒന്നാണ് ഹമാസിൻ്റെ കീഴടങ്ങൽ. ഇസ്രായേൽ പറയുന്നത് പോലെ ഹമാസ് കീഴടങ്ങുകയും നേതാക്കൾ രാജ്യം വിടുകയും ചെയ്താൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് പലസ്തീനികളെ പൂർണ്ണമായും തുടച്ചു നീക്കലാകും. ഗസ നിവാസികളെ കൊന്നൊടുക്കുകയോ നാടുകടത്തുകയോ ചെയ്യാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം. ഇതിന് നിലവിൽ തടസ്സമാകുന്നതും പ്രതിരോധിക്കുന്നതും ഹമാസാണ്. ഇവർ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഒരു പ്രതിരോധവുമില്ലാത്ത അവസ്ഥയാകും. പിന്നെ നടക്കുക ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവമാകും. ഇതോടൊപ്പം മറ്റൊരു അജണ്ട കൂടി നടപ്പാക്കാൻ ഇസ്രായേൽ തങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വഴി ശ്രമിക്കുന്നുണ്ട്. ഹമാസ് ആയുധമെടുത്തിരിക്കുന്നത് കൊണ്ടാണ് തങ്ങൾ യുദ്ധം നടത്തുന്നതെന്ന് വരുത്തി തീർക്കുകയാണ് അവരുടെ ലക്ഷ്യം. വെടിനിർത്തലിൻ്റെ സൂചനകൾക്കായി കാത്തിരിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് പ്രത്യാശ നൽകുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ജനത്തെ ഹമാസിനെതിരെ തിരിക്കാനും ഇസ്രായേൽ ലക്ഷ്യമിടുന്നു. ഇസ്രായേൽ ഒരുക്കുന്ന ചതിക്കുഴി കാണാതെ സാധാരണ മനുഷ്യർ ഹമാസിനെതിരെ ശബ്ദമുയർത്തിയാൽ അത് ലോകം മുഴുവൻ വാർത്തയാക്കി പ്രചരിപ്പിക്കാനും ഇസ്രായേലും വലതുപക്ഷ മീഡിയകളും മുന്നിലുണ്ടാവുകയും ചെയ്യും. അതേസമയം ഹമാസ് ഇതിനകം തന്നെ എല്ലാ തടവുകാരെയും തിരികെ നൽകാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി ഗാസയുടെ ഗവർണർ സ്ഥാനം രാജിവെക്കാമെന്നും അവർ സമ്മതിച്ചിട്ടുള്ളതാണ്. അവർ 10 വർഷത്തെ നീണ്ട ഒരു ഉടമ്പടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങി അധിനിവേശം അവസാനിപ്പിച്ചാൽ നിരായുധീകരണം നടത്താനും അവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേൽ ഹമാസിനുമേൽ ഭീകരമായ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് മുഹമ്മദ് എൽമാസ്രി പറയുന്നു. അതോടൊപ്പം ഫലസ്തീനികളെ കൂട്ടത്തോടെ മാറ്റുന്നതിന് സൗകര്യമൊരുക്കുന്നതിനായി അവർക്ക് ഒരു ഏജൻസി രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന് ഹമാസുമായി യാതൊരു ബന്ധവുമില്ലെന്നും എൽമാസ്രി പറയുന്നു. അതേസമയം നിലവിലെ ചർച്ചകൾ ഫലസ്തീനികളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണസംഖ്യയും ചുറ്റുമുള്ള നാശനഷ്ടങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബോംബാക്രമണം പുനരാരംഭിച്ചതോടെ ദിനംപ്രതി കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇതോടൊപ്പം പുതിയ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഫലസ്തീനികളെ നാടുതോറും റോന്തു ചുറ്റിക്കുകയാണ് നെതന്യാഹു ഭരണകൂടം. അവരും മനുഷ്യരാണ്, അവർ ക്ഷീണിതരാണ്. അവർക്ക് ഇപ്പോൾ വേണ്ടത് അവർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വെടിനിർത്തൽ കരാറാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള മനുഷ്യപ്പറ്റുള്ള രാജ്യങ്ങളെങ്കിലും ഈ മനുഷ്യരുടെ വേദന തിരിച്ചറിയുമായിരിക്കും.